അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴും കൊലയാളി വെറുതെയിരിക്കുകയല്ല. അടുത്ത ഇരയുടെ വിവരം അറിയിക്കുന്നതിനാണ് വിളി വന്നത്. അത് ആരായിരിക്കും? അവർക്ക് ഞെട്ടലുണ്ടാക്കാൻ പോകുന്നയാൾ ആരായിരിക്കണം? കൊലയാളി എന്ന നോവലിൻ്റെ ഓഡിയോ ആവിഷ്കാരം 25-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. ഫോൺ എടുത്ത ഉടനെ മഹേന്ദ്രൻ വീരനോട് പൊയ്ക്കൊള്ളാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. വീരൻ പോയി എന്നുറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അവർ രണ്ടുപേരും ഒരേ സമയം കേട്ടത് സന്തോഷിക്കാൻ ഒട്ടും വകയുള്ള കാര്യമായിരുന്നില്ല. സന്തോഷിക്കാൻ വകയില്ലെന്നേ ഉള്ളൂ. അല്പം മുമ്പ് മുതൽ അവർ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. DYSP ബഷീർ സാറിൻ്റെ കൊലപാതകം സംബന്ധിക്കുന്ന വിവരമാണ് ഫോണിലൂടെ അവർക്ക് കിട്ടിയത്. തീർത്തും അവിശ്വസനീയമായ ആ വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു അവർ രണ്ടുപേരും. ഡിപ്പാർട്ട്മെൻറ്റിൽ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവൻ പോലും സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം ചിന്തിക്കാനുണ്ടോ? കർമ്മഫലമായിരിക്കാം. എങ്കിലും എത്രയും വേഗം SITയുടെ ഓഫീസിലെത്തണം എന്നാണ് ജീവൻ വിളിച്ചു പറഞ്ഞത്. വീരനിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അപഗ്രഥിക്കാൻ ടീം അംഗങ്ങളെ വിളിച്ചു ചേർക്കാൻ ജീവനോട് പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇന്നേതായാലും അതൊന്നും നടക്കില്ല. എന്നായാലും അതൊക്കെ നടക്കണം. ആ വിവരങ്ങൾ വളരെ പ്രധാനമാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ജീവനും ജോസ് മാത്യുവും ചെറിയാച്ചൻ്റെ വീട്ടിലേക്ക് പോയതാണല്ലോ. അവിടെ നിന്നും കിട്ടിയ വിവരങ്ങളും വിശകലനത്തിന് വിധേയമാക്കണം. അതിനുശേഷമല്ലേ അടുത്ത നീക്കം എന്താണെന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്തിനും SITയുടെ മീറ്റിംഗ് കൂടേണ്ടത് അത്യാവശ്യം തന്നെ. എന്താണെങ്കിലും ഈ സംഭവം കഴിയട്ടെ. ഇനി എന്തായാലും ഇന്ന് കൂടാൻ കഴിയില്ല. ഇന്നിപ്പോൾ ബഷീർ സാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യാനായി അവിടേക്ക് പോകണം എന്നാണല്ലോ ജീവൻ സാർ പറഞ്ഞത്. അടുത്ത ദിവസം തന്നെ കൂടാം. അതിനുശേഷം അടുത്ത നടപടികൾ എന്താണെന്ന് ജീവൻ സാർ തന്നെ പറയുകയും ചെയ്യുമായിരിക്കും. അതാണല്ലോ അതിൻ്റെ സാധാരണ രീതി. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കടവിലെത്തി. ആദ്യം കിട്ടിയ തോണിയിൽ തന്നെ ഇക്കരെ എത്തി. അവർ ഓഫീസിലെത്തുമ്പോൾ ജീവനും ജോസ് മാത്യുവും പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ബഷീർ സാറിന് പായിക്കാട്ട് നിന്നും ട്രാൻസ്ഫറായി കഴിഞ്ഞ് പല സർക്കിളുകളിലും സേവനം ചെയ്തതിന് ശേഷമാണ് പ്രൊമോഷനായത്. അടുത്ത നഗരമായ 3 റോഡിൽ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഇപ്പോൾ. പായിക്കാട്ട് നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെ 3 റോഡ് എന്ന നഗരം. ACP ബഷീർ സാറിൻ്റെ ഇപ്പോഴത്തെ ഓഫീസ് അവിടെയാണല്ലോ. അതിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലവും. 3 റോഡിനെ നഗരമെന്ന് പറയുമെങ്കിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ സമൃദ്ധമായ കൃഷിത്തോട്ടങ്ങളാണ്. ക്വാർട്ടേഴ്സിനായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം ഒഴികെ മുഴുവനും റബ്ബർ തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ അതിർത്തി നിബിഡമായ വനമാണ്. കേരളത്തിലെ വനം വകുപ്പാണ് ആ ഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. എന്നാലും ആരും രാത്രിയിലൊന്നും ബീറ്റ് പോകാറില്ലല്ലോ. ബഷീർ സാർ മാത്രമായിരുന്നു ക്വാർട്ടേഴ്സിൽ താമസം ഉണ്ടായിരുന്നത്. ഗൺമാൻ അദ്ദേഹത്തിനോടൊപ്പം തന്നെ വേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഗൺമാനെ സാറ് തന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് പതിവ്. ബഷീർ സാർ അവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസത്തോളമായി. എങ്കിലും ഒരു ദിവസം പോലും ബഷീർ സാറിൻ്റെ ഗൺമാൻ ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടില്ല. താമസിക്കാൻ സാർ അനുവദിച്ചില്ല എന്നതാണ് സത്യം. അതിന് എന്തെങ്കിലും കാര്യം കാണും. അടുത്ത ക്വാർട്ടേഴ്സുകളിൽ പലതിലും സബ് ഇൻസ്പെക്ടർമാരും സർക്കിൾ ഇൻസ്പെക്ടർമാരുമൊക്കെയാണ് താമസം. അവരൊക്കെ കുടുംബസമേതമാണ് താമസം. ജീവനും സംഘവും സ്ഥലത്തെത്തുന്നതിന് വളരെ മുൻപ് തന്നെ ലോക്കൽ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി. ക്രൈം സീനിന് വേണ്ട സംരക്ഷണങ്ങളെല്ലാം അവർ ഒരുക്കിയിരുന്നു. പത്രക്കാരും നാട്ടുകാരും വിവരമറിഞ്ഞതുകൊണ്ട്
ഒരു വൻ ജനാവലി തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആരും ക്രൈം സീനിൻ്റെ അങ്ങോട്ട് അതിക്രമിച്ച് കടക്കാൻ പോയിട്ട് നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. കൊല്ലപ്പെട്ടത് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് പ്രദേശം മുഴുവൻ പോലീസിൻ്റെ വൻ പട തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാകാം. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സല്യൂട്ട് നൽകി ബഹുമാനിച്ചതിന് ശേഷം ജീവനും സംഘവും ക്രൈം സീനിലേക്ക് കടന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കൊലപാതകത്തിന് ഈയിടെയായി നടന്ന 3 കൊലപാതകത്തിനോടും സാദൃശ്യമുള്ളതായി തോന്നിയില്ല. ഇതിനു മുൻപ് നടന്ന 3 കൊലപാതകങ്ങളിലും മൃതദേഹം കെട്ടിടത്തിനുള്ളിലായിരുന്നു എന്നത് ഒരു വ്യത്യാസമാണ്. മാത്രവുമല്ല, പിന്നിൽ നിന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതുപോലെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലായിരുന്നു 3 പേരുടെയും കൊലപാതകങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതും മറ്റു കൊലപാതകങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് അവർക്ക് പെട്ടെന്ന് ഒരു സംശയം തോന്നി. ആദ്യമായി എന്തെങ്കിലും നിഗമനത്തിന് മുൻപ് തന്നെ വിശദമായി സ്ഥലം പരിശോധിക്കേണ്ടിയിരുന്നു. ഓരോ തരിമ്പ് സ്ഥലവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ജീവനും സംഘവും മുന്നേറിക്കൊണ്ടിരുന്നത്. മറ്റ് 3 സ്ഥലങ്ങളിലും കണ്ട അടയാളം അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നായിരുന്നു ജീവൻ കാര്യമായി നോക്കിയത്. കൊലപാതകം നടന്നത് കെട്ടിടത്തിനുള്ളിൽ വെച്ചല്ലെങ്കിലും കൊന്ന രീതിക്ക് അതുമായി സാമ്യമുള്ളതായി തോന്നുന്നു. ബഷീർ സാറിൻ്റെ മൃതദേഹം ഒരു മരത്തിൽ ചാരിയതിന് ശേഷം തലഭാഗം വശത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. മറ്റ് 3 ശരീരങ്ങളിലും ഉണ്ടായിരുന്നതുപോലെ തന്നെ കഴുത്തിൽ നിന്നും തൊലി മാത്രമേ വേർപെടാനുണ്ടായിരുന്നുള്ളൂ. പ്രത്യക്ഷത്തിൽ മരത്തിന് ചാരിയിരിക്കുമ്പോൾ പിന്നിൽ നിന്നും വെട്ടി വീഴ്ത്തിയതാണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ കൊല്ലപ്പെടാൻ വേണ്ടി അങ്ങനെ മരത്തിൽ ചാരിയിരുന്ന് കൊടുക്കേണ്ട കാര്യമൊന്നും സാറിനില്ലല്ലോ. അങ്ങനെ ചെയ്യുകയുമില്ല. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കില്ല സംഭവിച്ചത്. കൈകൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കയറിൻ്റെ പാടുകൾ കാണാം. കൈകൾ കെട്ടി അവിടെ ഇരുത്തിയതിനു ശേഷം കൊന്നതായിരിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും കണ്ട തരം അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതായിരുന്നു ജീവൻ ജോസിൻ്റെ പ്രധാനമായ അന്വേഷണം. ഒറ്റനോട്ടത്തിൽ അയാൾക്ക് അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ആ അടയാളം കണ്ടെത്താൻ എളുപ്പമുള്ള ഒരു സ്ഥലമായിരുന്നില്ലല്ലോ അത്. ചുറ്റും മരങ്ങളും കുറ്റികളും നിൽക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങനെ ഒരു അടയാളം ഉണ്ടെങ്കിൽ പോലും അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തറയും പരിസര പ്രദേശങ്ങളിലും മുഴുവൻ അടയാളം തിരഞ്ഞെങ്കിലും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊലപാതകത്തിൻ്റെ ബാക്കി പാടുകൾ മുഴുവൻ സാമ്യപ്പെടുത്താൻ കഴിയും. എങ്കിലും ആ അടയാളം കാണാത്തതുകൊണ്ട് ഇത് നേരത്തെ നടന്ന കൊലപാതക പരമ്പരയുടെ തുടർച്ചയാണെന്ന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. അത് അവിടെ എവിടെയെങ്കിലും കാണും എന്ന് ഏതാണ്ട് ഉറപ്പുള്ളതുപോലെ ആയിരുന്നു ജീവൻ ജോസിൻ്റെയും സംഘത്തിൻ്റെയും നിരീക്ഷണം. ജഡം കിടന്ന തോട്ടത്തിൽ നിന്ന് ജീപ്പ് റോഡിലൂടെ കുറേ ഭാഗം അന്വേഷണം നടത്തി നോക്കിയെങ്കിലും ഒരു അടയാളവും പ്രത്യേകമായി കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ തോട്ടത്തിന് നടുക്കുകൂടിയുള്ള ഒരു നടപ്പുവഴി പെട്ടത്. ജീവൻ ജോസ് അങ്ങോട്ട് നോക്കിയപ്പോൾ തന്നെ രഞ്ജിത്തിന് കാര്യം മനസ്സിലായി. അയാൾ മഹേന്ദ്രനെയും കൂട്ടി ആ വഴിക്ക് മുന്നോട്ട് പോയി. കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഇതിന് മുൻപത്തെ കൊലപാതകങ്ങളിലെല്ലാം കണ്ടതുപോലെയുള്ള ചോരപ്പാടുകൾ ഇലയിൽ കണ്ടു. കൊലയാളി കൈ തുടച്ച് വൃത്തിയാക്കി താൻ പോയ മാർഗം ഉദ്യോഗസ്ഥന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ എന്ന പോലെ വഴിയുടെ അരികിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവർ ഒരു മണ്ണ് റോഡിൽ എത്തി. റോഡിൽ വിശദമായി പരിശോധിച്ചപ്പോൾ സാധാരണ കാണാറുള്ള അതേ ജീപ്പിൻ്റെ ടയർ പാടുകൾ വ്യക്തമായി കണ്ടു. ഒരടയാളം കൂടി കണ്ടാൽ കൊലപാതകി ആ സീരിയൽ കില്ലർ തന്നെയാണെന്ന്
ഏതാണ്ട് ഉറപ്പിക്കാം. അവർ വേഗം തന്നെ തിരിച്ചു നടന്നു. അതും കാണും അവിടെ എവിടെയെങ്കിലും. തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കും. ക്രൈം സീനിലെത്തിയപ്പോൾ ജീവൻ ജോസ് ഒരു മരത്തിന് മുകളിലേക്ക് കൈ ചൂണ്ടി അവിടെ നിൽക്കുന്ന മേലുദ്യോഗസ്ഥരോട് എന്തൊക്കെയോ പറയുന്നതാണ് കണ്ടത്. അവർ പ്രതീക്ഷിച്ച അടയാളം അവിടെ കണ്ടതായിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? ഇതിനു മുൻപത്തെ 3 കൊലപാതകങ്ങളും നടത്തിയ ആൾ തന്നെയാണ് ഇതും നടത്തിയത് എന്നുറപ്പിക്കാവുന്ന തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ആ അടയാളത്തിൻ്റെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. അതുതന്നെ ആയിരിക്കണം മിക്കവാറും ജീവന് കണ്ടുകിട്ടിയത്. അത് നമുക്ക് അടുത്ത ഭാഗത്തിലറിയാം കേട്ടോ. പരമാവധി നന്നായി ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ കുറവുകളൊക്കെ കണ്ടെന്നിരിക്കും. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചിട്ടേക്കണേ. നിർദ്ദേശങ്ങളും നിങ്ങൾ നൽകുന്നത് സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യും എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.